എൻ്റെ മകളുടെ സ്കൂളിൽ നിന്നും 5 ദിവസത്തെ ടൂറിന് ദൂരനാടുകളിൽ പോയിരുന്നു. അവളെ ഞാൻ അയച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര സങ്കടമാണ്. ടൂർ പോകുന്നതിനെപ്പറ്റി ഇസ്ലാമിക നിയമവുമായി ബന്ധപ്പെട്ട് ഒന്ന് വിശദീകരിച്ച് തരാമോ എന്നുള്ളതാണ്. ഇവിടെ ടൂറ് പോകുന്നതുമായിട്ട് പ്രത്യേകമായിട്ട് ഇസ്ലാമിക ഒരു നിയമമൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച കാര്യങ്ങളിൽ പെട്ടതാണ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക്, നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന സ്ഥലങ്ങളിലേക്ക് അത് കാണാൻ വേണ്ടി പോകുന്നത് അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്. പക്ഷേ ആ പോക്കും വരവും എങ്ങനെ എന്നതാണ് പ്രശ്നം. പലപ്പോഴും പ്രായപൂർത്തിയായ പെൺകുട്ടികളൊക്കെ ആ, മഹറമില്ലാതെ യാത്ര ചെയ്ത്, അത് തന്നെ സമപ്രായക്കാരായ കുറേ ആൺകുട്ടികളുടെ കൂടെ യാത്ര ചെയ്ത് ആ, ഈ രൂപത്തിൽ മഹറമില്ലാതെ ദൂരയാത്രകൾ ചെയ്യുക എന്നത് ഇസ്ലാമികമായി ഒരിക്കലും ശരിയല്ല. നമുക്കെന്ത് ചെയ്യാം? നമ്മുടെ മക്കളെയും കൂട്ടിക്കൊണ്ട് ഒരു വാഹനം പിടിച്ച് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോയി പോരാ. അല്ലെങ്കിൽ ട്രെയിൻ യാത്ര പറ്റുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ അതേപോലെ തന്നെ മറ്റു വാഹന സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് അവിടെയൊക്കെ പോയി നമ്മുടെ കുടുംബപരമായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടി, മക്കളും മാതാപിതാവും പിതാക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യാം? ഇങ്ങനെ പോകാം. അതല്ലാതെ പ്രായപൂർത്തിയായ സ്ത്രീകൾ ദൂരസ്ഥലങ്ങളിലേക്ക് അന്യപുരുഷന്മാരോടൊപ്പം, സംഗതി ഒരുമിച്ച് പഠിക്കുന്നവരൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ അവരൊക്കെ അന്യപുരുഷന്മാരല്ലേ? അങ്ങനെ യാത്ര ചെയ്യുക എന്നത് ഇസ്ലാമികമായിട്ടൊരിക്കലും ശരിയല്ലാത്ത കാര്യമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോകുന്നതിനല്ല പ്രശ്നം, ആ പോക്ക് എങ്ങനെ എന്നതാണ് പ്രശ്നം. ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ അവളുടെ കൂടെ അവളുടെ ഭർത്താവോ മക്കളോ മാതാപിതാക്കളോ സഹോദരങ്ങളോ തുടങ്ങി മഹറമായിട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ സ്കൂളിൽ നിന്ന് ടൂർ പോവുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതല്ല, കോളേജുകളിൽ നിന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ ഒരുമിച്ച് പോകുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് നമ്മുടെ മഹറമുകളായ ആരെങ്കിലും ഒരാളെ കൂട്ടാൻ പറ്റുമെങ്കിൽ ആ കൂട്ടത്തിൽ നമുക്കും പോകാം, നമ്മുടെ കൂടെ നമ്മുടെ മഹറം ഉണ്ടാകുമ്പോൾ. അതല്ലാതെ ഒറ്റക്ക് പോവുക എന്നതൊരിക്കലും ഇസ്ലാമികമായി ശരിയല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അലം.